ഹായ്, ഒരിക്കൽ കൂടി ബിന്ദുസ് സ്മോൾ സ്റ്റാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഇന്ന് ഗുഡ് ഫ്രൈഡേ ആയിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു എന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് അവധിയൊക്കെ എടുത്തു പള്ളിയിൽ പോകാൻ പറ്റിയില്ല. ഒരു പനിയൊക്കെ അടിച്ച് അങ്ങനെ. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ചർച്ചിൽ ഞാൻ പോകാൻ ഇറങ്ങിയാണ്. അതിന് മുന്നേ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് 1:30 നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ഇപ്പം കേട്ടോ. നമ്മുടെ നാട്ടിൽ പണ്ട് പറയത്തില്ലേ, വെയിലും മഴയും കുറുക്കൻ്റെ കല്യാണമെന്ന്. കുറച്ച് മുമ്പേ ഭയങ്കര മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലൊക്കെ ഉദിച്ചു. ഇപ്പം നല്ല ഒരു ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇപ്പം കാണാൻ. ഇനി ഞാൻ പള്ളിയിൽ കയറുന്നതിന് മുന്നേ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോയിൻമെൻ്റ് എവിടെയാണെന്ന് അങ്ങ് ചെന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ പള്ളിയിൽ നമുക്കിവിടുന്ന് ഈ സമയത്തൊക്കെയാണെങ്കിൽ നമ്മുടെ കേരളവും നമ്മൾ വിട്ടുപോകുന്ന സ്ഥലവും ഒക്കെ നമുക്ക് മിസ്സാകുന്നത്. കാരണം ഇവിടെ പള്ളിയിലൊന്ന് പോകണമെങ്കിൽ ഒത്തിരി ദൂരെ പോകണം. നമുക്ക് മലയാളം കുർബാനയ്ക്കൊക്കെ പോകണമെങ്കിൽ അടുത്ത് പോകുന്നവരുണ്ടാവും. പക്ഷേ ഈ ദൂരെ താമസിക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പള്ളിയിലൊക്കെ ഒന്ന് പോകണമെങ്കിൽ. അതുകൊണ്ട് അവധി എടുത്തിട്ട് പള്ളിയിൽ പോകാതെ മനസ്സിനൊരു വിഷമം. അതുകൊണ്ട് ഈ ചർച്ചിൽ ഞാൻ എപ്പോഴും പോകുന്ന ചർച്ചാണ്. അപ്പോൾ ഇവിടെ പോകാമെന്നുണ്ട്. ഇവിടേക്ക് പോവാം, നല്ല കാറ്റുണ്ട്. ഹലോ, അങ്ങനെ ഞാൻ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ അണയ്ക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ്സ് യാത്രയുള്ളൂ നടക്കാൻ, പള്ളിയിലോട്ടും എനിക്ക് അപ്പോയിൻമെൻ്റ് ഉള്ള സ്ഥലത്തോട്ടും ഒക്കെ. പക്ഷേ എന്നെ അണയ്ക്കുന്നുണ്ട്, നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ അപ്പോയിൻമെൻറ്റ് ബ്യൂട്ടി പാർലറിലായിരുന്നു. നമ്മളോർക്കും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം ഇന്ന് ത്രെഡിങ് ചെയ്യാനായിട്ട് ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ഞാൻ വന്നതാണ്. അപ്പോയിൻമെൻറ്റിന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നിറച്ച ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. റെഡി ചെയ്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ചർച്ചിലെത്തി. ഞാൻ ചർച്ചിലോട്ട് കയറാൻ പോവാണേ. ആരും വന്നില്ല, എല്ലാവരും വരുന്നതേ ഉള്ളൂ. മ്യൂസിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി യേശുപ്പച്ചനോട് കുറച്ച് പരിഭവങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് സമാധാനമായിട്ട് പള്ളിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും എല്ലാവരെയും കണ്ടു, ഹാപ്പി ഈസ്റ്ററൊക്കെ പറഞ്ഞു. അങ്ങനെ അത്രയ്ക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം കിട്ടി. ഈ ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയി എന്നുള്ളൊരു സമാധാനം കിട്ടി. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് നല്ല ചൂട് കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞിയും വൻപയർ തോരനും പപ്പടം പൊള്ളിച്ചതും മാങ്ങ അച്ചാറും കൂട്ടി കുടിക്കണം. ഓക്കെ, നമുക്ക് ഒന്നിച്ച് കഞ്ഞി കുടിക്കാം അന്നേരമേ.